ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സേഫായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു ട്ടോ. ഞാനിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് തട്ടിയും മുട്ടിയിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. മോക്കിപ്പം ആനുവൽ എക്സാം നടക്കുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് ലീവുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു എക്സാമും കൂടിയേ ബാക്കിയുള്ളൂ. വ്യാഴാഴ്ചയാണ് എക്സാം. മാത്സ് എക്സാം ആട്ടോ. അതും കൂടെ കഴിഞ്ഞാല് 10 ദിവസത്തേക്ക് ലീവിന് ഞങ്ങള് നാട്ടിലേക്ക് സ്ഥലം കാലിയാക്കും. പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിക്കൂല. അന്ന് വൈകുന്നേരത്തെ ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വെറും 10 ദിവസത്തേക്കാട്ടോ പോകുന്നത്. ഏപ്രിൽ 1 തന്നെ ട്യൂഷനും ക്ലാസ്സൊക്കെ സ്റ്റാർട്ടാവും. പിന്നെ 10ാം ക്ലാസ് ആയതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്ന പരിപാടിയൊന്നും ഇക്കൊല്ലം നടക്കുമെന്ന് തോന്നുന്നില്ല. സമ്മർ വെക്കേഷനും ട്യൂഷനും ഉണ്ടാവും. ക്ലാസ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. പക്ഷേ ട്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അധിക ദിവസം ഇപ്പോൾ മോള് വീട്ടിലുള്ളതുകൊണ്ട് സമയം പെട്ടെന്ന് പോകട്ടോ. ഉച്ചയ്ക്ക് ശേഷം പിന്നെ അവൾക്ക് ട്യൂഷന് പോകാനുണ്ട്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് ട്യൂഷന് പോവും. പിന്നെ തിരിച്ച് വരുന്ന ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ തിരിച്ച് വരുള്ളൂ. ആ ഒരു ഉച്ച സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും. അതല്ലെങ്കിൽ ടി.വി എന്തെങ്കിലും കാണും. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഇടാ ട്ടോ. ഈ നെയിൽ പോളിഷ് വാങ്ങിച്ച് കൊണ്ടുവന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, "ഈ നെയിൽ പോളിഷ് ഞാൻ ഇട്ട് തരാം ട്ടോ" എന്ന്. ഇതിൻ്റെ കളർ വന്നിട്ട് റെഡ് വൈനോ അങ്ങനെ എന്തോ ആണ്. സ്വിസ് ബ്യൂട്ടി ബ്രാൻഡിൻ്റെതാട്ടോ ഈ ഒരു നെയിൽ പോളിഷ്. നല്ല കളറാണ്. പക്ഷേ 2ഓ 3ഓ കോട്ട് ഇട്ടാൽ മാത്രമേ അതിൻ്റെ എക്സാക്റ്റ് കളറ് കിട്ടുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട് ട്ടോ കളറ് കാണാൻ വേണ്ടിയിട്ട്. വാങ്ങിച്ച് കൊണ്ടുവന്നപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ട്ടോ. പിന്നെ മോളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഈ ഒരു കളർ എടുത്തത്. പക്ഷേ കയ്യിലിട്ട് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ നമ്മളെപ്പോലെയല്ലല്ലോ. അവർക്ക് അവരുടേതായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും മേക്കപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ തന്നെ. ടീനേജ് ഗേൾസൊക്കെയുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഞാൻ ഈ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അവരാണ് നമ്മളുടെയൊക്കെ ഡ്രസ്സൊക്കെ ഇപ്പോൾ സെലക്ട് ചെയ്ത് തുടങ്ങുക അല്ലേ. ഇത് അമ്മയ്ക്ക് നന്നായിട്ട് സെറ്റാവും. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഭയങ്കര കറക്റ്റായിരിക്കും. അതുപോലെ തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഫേസ് വാഷും പെർഫ്യൂമും ഒക്കെ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ അവരൊക്കെ തന്നെയാണ് ല്ലേ. മോള് ട്യൂഷന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം പണിയൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. തുണി മടക്കാനാണ്. ഇന്ന് കാര്യമായിട്ട് അലക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് കൈ വെച്ചിട്ട് 2, 3 ഡ്രസ്സുകൾ അലക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തുണിയും മടക്കാൻ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ട്ടോ. എൻ്റെ ഒരു ചുരിദാറും കിറ്റ്നാടെ ടീഷർട്ടും അത്രയൊക്കെ തന്നെയേ ഉണ്ടായിരുന്നുള്ളൂ. തുണി എടുത്തപാട് മടക്കി വെച്ചിട്ടില്ലെങ്കിൽ അത് അവിടെ കിടക്കയിൽ കിടക്കും. എന്നിട്ട് കിടക്കാൻ നേരത്ത് എടുത്തുകൊണ്ട് പോയി സോഫയിലിടും. പിന്നെ മടക്കൽ പിറ്റേന്നേ നടക്കൂലു. അതിനേക്കാളും നല്ലത് എടുത്തപാട് ഇങ്ങ് മടക്കി വെക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ മടക്കി വെക്കുന്നത്. ഞാൻ എൻ്റെ ഡ്രസ്സ് ഷെൽഫിലേക്ക് വെക്കുന്നത് വെസ്റ്റേൺ ഡ്രസ്സ് വേറെയും ഇന്ത്യൻ ഡ്രസ്സ് വേറെയൊക്കെ ആയിട്ടാട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഡ്രസ്സൊന്നും എല്ലാം കൂടെ കൂടി പെരങ്ങി കിടക്കൂല. എടുക്കുന്ന സമയത്ത് നമുക്ക് ഷെൽഫ് എല്ലാം കൂടെ വൃത്തികേടാവുകയോ ഇല്ല. ഇതുപോലെയുള്ള ബാഗൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ബാഗിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഡ്രസ്സുകളൊന്നും മടക്കി വെക്കുമ്പോൾ അടിമറിഞ്ഞു പോവോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. കറക്റ്റായിട്ട് അവിടെ ഷെൽഫ് കിടന്നോളും. ഇന്നിപ്പോൾ ഉണ്ടല്ലോ ചായയും കാപ്പിയൊന്നും കുടിക്കാനുള്ള മൂഡില്ല. ഒരു സ്മൂത്തി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം മുന്നേ വാങ്ങിയ പഴം നല്ല കറുത്ത് കരിവീട്ടി പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ എടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്ട്രോബെറീസും കൂടെ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവേ ഉണ്ടല്ലോ സ്മൂത്തീസും ഷേക്കൊന്നും അടിക്കുന്ന സമയത്ത് പഞ്ചസാര ചേർക്കാറില്ല. അതിന് പകരമാണ് ഈത്തപ്പഴം ചേർത്തിരിക്കുന്നത്. പിന്നെ ഇപ്പം ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ഐസ് ക്യൂബ്സും തണുത്ത പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിങ്ങെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വിളിക്കുന്ന സമയത്ത് നാട്ടിൽ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്രാവശ്യം ബാംഗ്ലൂരും നേരത്തെ കാലത്തെ തന്നെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. പകലൊക്കെ നല്ല കത്തുന്ന വെയിലൊക്കെയാണ് കേട്ടോ. പിന്നെ വീടിൻ്റെ അകത്ത് അധികം അങ്ങനെ ചൂട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഈ ഒരു ബനാന സ്ട്രോബെറി സ്മൂത്തി ഉണ്ടല്ലോ നല്ല ഫില്ലിങ്ങുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പഞ്ചസാരയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഹെൽത്തിയുമാണ്. ഈ ഒരു നോമ്പ് കാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്മൂത്തി ആട്ടോ ഇത്. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനിയിപ്പം രാത്രി ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വിശപ്പൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാവുകയില്ല. ഇവിടെ ഡെയിലി സ്മൂത്തി ഉണ്ടാക്കും കേട്ടോ. ഓരോരോ ടൈപ്പിലുള്ളത് ഒന്നിക്കൽ വൈകുന്നേരം ആയിരിക്കും, അതല്ലെങ്കിൽ രാവിലെ ആയിരിക്കും. മോൾക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ ഇതിനോട് അങ്ങനെ താല്പര്യം കാണിക്കാറില്ല. അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും വേറെ തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ.